സിപിഎമ്മിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് പരസ്യമാക്കിയ ബി കുഞ്ഞികൃഷ്ണൻ ഇനി സിപിഎമ്മിന് പുറത്ത്. കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പറഞ്ഞു. കുഞ്ഞികൃഷ്ണന്റെ നീക്കങ്ങൾ ദുരൂഹമാണ്. മുൻപ് പാർട്ടി നടപടി നേരിട്ടയാളാണ് കുഞ്ഞികൃഷ്ണനെന്നും കെ രാഗേഷ് പറഞ്ഞു. ശാസന എന്ന് പറയുന്ന ശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടും പിന്നെയും 6 മാസം കഴിഞ്ഞു. ഈ 6 മാസത്തിനിടയിലും അദ്ദേഹത്തിന് ഇതൊന്നും പറയാൻ വേണ്ടി തോന്നിയില്ല. എന്തേ ഇപ്പൊ പറയുന്നത്? കൃത്യമായ ലക്ഷ്യമുണ്ട്. തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. മധുവിനോടുള്ള പക, ആ പകയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നേരത്തെയുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ടി.ഐ. മധുസൂദനൻ എന്ന പാർട്ടി നേതാവിന്റെ സ്വീകാര്യത, അദ്ദേഹത്തിന്റെ യശസ്, അതിനെ കളങ്കപ്പെടുത്തുന്നതിന് വേണ്ടി ബോധപൂർവം നടത്തുന്ന വൈര്യ നിര്യാതന ബുദ്ധിയോടുകൂടി നടത്തുന്ന പ്രവർത്തനമല്ലേ? അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്ന് ഇത് വ്യക്തമല്ലേ? അപ്പൊ തെറ്റായ ആക്ഷേപം പാർട്ടി കമ്മിറ്റിക്കകത്ത് ഉന്നയിക്കുക, എന്നിട്ട് അത് വാർത്തയായി വരിക, എന്നിട്ട് ഒരാളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തുടർച്ചയായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുക. എന്താ ഇതിന്റെ ഉദ്ദേശം? അപ്പൊ അന്ന് ഈ സഹകരണ സ്ഥാപനം ഭാവി വികസനം കണ്ടുകൊണ്ട് വികസന സാധ്യതയുള്ള ഒരിടത്താണ് ഈ സ്ഥലം വാങ്ങിയത് എന്ന് അന്വേഷണ കമ്മീഷൻ അതിന്റെ പരിശോധനയിൽ കണ്ടെത്തിയ യാഥാർത്ഥ്യമാണ്. പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ കോടാലി കൈയായി അദ്ദേഹം അധപ്പതിച്ചിരിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുക. അദ്ദേഹം ഉത്തമനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അല്ല. ഉത്തമനായ കമ്മ്യൂണിസ്റ്റിന് ഇത്തരം നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ പാർട്ടിയെ വഞ്ചിക്കുകയാണ് ചെയ്തത്. പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വി കുഞ്ഞികൃഷ്ണനെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന്, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന്, പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ച കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കണക്ക് പുറത്തു പറയില്ലെന്നും പാർട്ടിയെ സ്നേഹിക്കുന്നവരെ ബോധിപ്പിക്കുമെന്നുമാണ് കെ രാഗേഷിന്റെ വിശദീകരണം. നേരത്തെ ബി കുഞ്ഞികൃഷ്ണനെതിരെ പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധവുമുണ്ടായി. കുഞ്ഞികൃഷ്ണന്റെ വീട്ടിലേക്ക് സിപിഎം പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചു. 15ഓളം പേരാണ് പ്രതിഷേധിച്ചത്. പ്രതിഷേധത്തിന് പിന്നിൽ പാർട്ടി പ്രവർത്തകരാണെന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. അവകാശം, ആ അവകാശം അവർക്ക് നിർവഹിക്കാം. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്താ മനസ്സിലാകുന്നത്? പാർട്ടി പ്രവർത്തകർ തന്നെയാണ്. എന്താ? അതെ, പാർട്ടി പ്രവർത്തകരാണെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷെ ഈ പ്രദേശത്തുള്ള ഒരാളുമില്ല. അത് കാരവൽ പ്രദേശത്ത് നിന്ന് വന്നവരെ. കാരവൽ എന്ന് പറഞ്ഞാൽ നിഷാദ് എന്ന് വെച്ചാൽ കൗൺസിലർ അയാളുടെ സമീപത്ത് അയാളുണ്ടായിരുന്നൊന്നും അറിയില്ല. ഞാൻ ആള് പരോളിൽ ഉള്ള ഒരു കക്ഷി, അങ്ങനെ അതിൽ പങ്കെടുക്കില്ല. ഈ പഴയ മുദ്രാവാക്യൊക്കെയാണ് ഉണ്ണീഷേട്ടാ എവിടെയായിരുന്നു? ഇന്നിപ്പം കണ്ടില്ല. ഉണ്ണീഷേട്ടൻ ഇല്ലാത്ത സമയത്ത് അവർ വന്നു. എവിടെയായിരുന്നു ഉണ്ണീഷേട്ടൻ? ഞാനൊരു കല്യാണത്തിന് പോയതാണ്. രക്തസാക്ഷി ധനരാജിൻ്റെ മരുമകളുടെ കല്യാണമായിരുന്നു. അത് നേരത്തെ ക്ഷണിച്ചിരുന്നു. ഞാൻ പോകാൻ കഴിയില്ല എന്നുള്ള നിലയിൽ രാവിലെ അവരെ വിളിച്ച് പറഞ്ഞതാണ് ഞാൻ ഉണ്ടാവില്ല. പക്ഷേ നിർബന്ധമായും വരണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒന്ന് പോയി വരാം എന്ന് തീരുമാനിച്ച് പോയി വന്നതാണ്. ഇവരൊക്കെ പാർട്ടി അംഗങ്ങൾ തന്നെയാണോ? സിപിഎം എല്ലാവരും അംഗങ്ങളാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ ധനരാജിൻ്റെ പങ്കാളി ഭർത്താവ് കോൺഗ്രസ്സാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.